ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വെളിപ്പെടുത്തിയ കോഡ് 110 കുറിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇറാനെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉടനെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്കിടയിലാണ് അറാക്ചി പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇറാനിലെ സുപ്രധാന നഗരങ്ങളിൽ 13ാം ദിവസവും അമേരിക്ക ആക്രമണം തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇറാൻ കരുതിയ അതീവ രഹസ്യ സൈനിക പദ്ധതി വെളിപ്പെടുത്തി അറാക്ചി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഇറാന്റെ കോഡ് 110? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് നടപ്പിലാക്കാൻ പദ്ധതിയിട്ടിരുന്ന അതീവ രഹസ്യവും അന്തിമവുമായ സൈനിക പ്ലാനിന്റെ കോഡ് നാമമാണ് കോഡ് 110. ഇറാനിയൻ ഡോക്യുമെന്ററി നിർമ്മാതാവ് ജവാദ് മോഗോയിക്ക് നൽകിയ അഭിമുഖത്തിലാണ് യുദ്ധത്തിന്റെ ആദ്യ നാളുകളിലെ കടുത്ത അനിശ്ചിതത്വങ്ങളെക്കുറിച്ചും ഇറാന്റെ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും അറാക്ചി തുറന്നു പറഞ്ഞത്. ഖാംനെ കൊല്ലപ്പെട്ട തന്ത്രപ്രധാനമായ ആദ്യ ദിവസങ്ങളിൽ ഇറാന്റെ ഭരണകൂട സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരു സുപ്രധാന കോഡിലൂടെ തിരിച്ചടിച്ചതെന്ന് അദ്ദേഹം ആദ്യമായി ലോകത്തോട് വെളിപ്പെടുത്തുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കാനും അത് അടച്ചുപൂട്ടാനും ലക്ഷ്യമിട്ടുള്ള തന്ത്രപ്രധാനമായ സൈനിക വിന്യാസമാണ് കോഡ് 110 ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ആണവായുധങ്ങളെക്കാൾ പ്രഹരശേഷിയുള്ള പ്രതിരോധ ആയുധമായിട്ടാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിനെ കാണുന്നതെന്നും അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി. അബ്ബാസ് അറാക്ചി നൽകിയ വിശദീകരണം അനുസരിച്ച് ശത്രു രാജ്യങ്ങൾ ഇറാന്റെ പരമോന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടാൽ സ്വീകരിക്കേണ്ട അടിയന്തര ഭരണ സൈനിക പ്രോട്ടോകോളാണ് ഈ കോഡ്. ഈ കോഡിന് ഇറാന്റെ ഭരണഘടനയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഭരണഘടനയിൽ പരമോന്നത നേതാവിന്റെ അധികാരങ്ങളെയും അവകാശങ്ങളെയും നിർവചിക്കുന്ന വകുപ്പുകളെ ആസ്പദമാക്കിയാണ് 110 എന്ന സംഖ്യ ഈ കോഡിനായി തെരഞ്ഞെടുത്തത്. ആക്രമണ സമയത്ത് താൻ ഖാംനയിൽ നിന്നിരുന്ന അതേ കെട്ടിടത്തിലായിരുന്നുവെന്നും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടതെന്നും അറാക്ചി പറയുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി ഏകദേശം 3 ദിവസത്തോളം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയേണ്ടി വന്നുവെന്നും അറാക്ചി പറയുന്നുണ്ട്. യുദ്ധം തുടങ്ങി 3 ദിവസത്തിന് ശേഷമാണ് പ്രസിഡന്റിനെ കാണാൻ സാധിച്ചത്. 6ാം ദിവസം സുരക്ഷിതമായ ഒരിടത്ത് വെച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത 3 പ്രമുഖ നേതാക്കൾ പിന്നീട് കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ മീറ്റിംഗുകൾ നടത്തുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇസ്രയേലിനും അമേരിക്കയ്ക്കും കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു. 3 ദിവസത്തോളം പരസ്പരം യാതൊരു ആശയവിനിമയമില്ലാതെ ഭരണകൂടം പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ് ഈ അതീവ രഹസ്യ പ്ലാൻ സജീവമാക്കപ്പെട്ടത്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളിൽ ആണവായുധങ്ങൾ സജീവമാക്കാനുള്ള രഹസ്യ സിഗ്നലാണ് കോഡ് 110 എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ഇതിന് കൃത്യമായ തെളിവുകളില്ല. ഇത് കേവലം ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാനും US താവളങ്ങളെ ലക്ഷ്യമിടാനുമുള്ള പദ്ധതി മാത്രമാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക പക്ഷം. ഇറാന്റെ ഭരണകൂടം ഒരു പ്രത്യേക നേതാവിന്റെ മാത്രം കഴിവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു നേതാവ് ഇല്ലാതായാൽ ആ ഭരണ സംവിധാനം തകരുകയുമില്ല. കടുത്ത മതവിശ്വാസവും തീവ്രമായ ദേശീയബോധവും ചേർന്ന ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിലും ശക്തമായ സൈനിക അടിത്തറയിലുമാണ് ഇത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ ഇറാൻ ഭരണകൂടം ഒരിക്കലും തയ്യാറാകില്ല എന്ന അർത്ഥം കൂടി ഇതിനുണ്ട്. തങ്ങളുടെ മുൻ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ള ആത്യന്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അവ നേടിയെടുക്കാൻ അവർ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇറാനികളെ ഭീഷണിപ്പെടുത്താനോ പ്രലോഭിപ്പിച്ച് വശത്താക്കാനോ കഴിയില്ല എന്ന് അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള ചർച്ചകൾക്കിടെ അറാക്ചി ഉറപ്പിച്ചു പറഞ്ഞതും ഈ ബോധ്യത്തിലാണ്. സൈനിക സമ്മർദ്ദങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വഴങ്ങി രാജ്യം യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കില്ല എന്നും അറാക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും വിദേശ രാജ്യങ്ങൾ നൽകുന്ന യാതൊരു ആനുകൂല്യങ്ങളും ഇതിന് പകരമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായിട്ടും ഇറാന്റെ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല എന്നും അറാക്ചി ആവർത്തിച്ചു.